ശ്രീ സാബുമോൻ, ഈ ബിഗ് ബോസ് വീട്ടിലെ രഹസ്യങ്ങൾ ചോരുന്നു എന്ന് ചാനൽ തന്നെ പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് ലീക്കായാൽ നമ്മൾ പറയും പിന്നെ അത് കാണേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ രഹസ്യങ്ങൾ ചോരുന്നത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രഹസ്യങ്ങൾ ചോരാനുള്ള അവിടെയുള്ള ഏക വഴി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ അവിടുന്ന് ചോരാം. ഒന്ന്, അവിടെ പോകുന്ന ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഉള്ളവർ പുറത്തു വിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം. അങ്ങനെ വളരെ ചുരുങ്ങിയ മാർഗങ്ങളേ ഉള്ളൂ ഇത് ചോരാൻ വേണ്ടിയുള്ള സാധ്യതകൾ. ശരി. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മുഴുവനായിട്ട് കാണാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പോൾ ഒരാൾ എവിക്റ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഇന്ന ആൾ എവിക്റ്റ് ആയെന്ന് സീല് കുത്തി അടക്കം ആളുടെ ഫോട്ടോ വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് കാണുന്നത് ഒരു ലൈക്കിന് വേണ്ടിയൊക്കെ ഒരാഴ്ചത്തെ ഒരു സസ്പെൻസ് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് തുല്യമല്ലേ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അത് ലൈക്കിന് വേണ്ടിയല്ല അത് ചെയ്യുന്നത്. കാര്യം ഈ യൂട്യൂബ് ചാനലുകളും ഈ ബിഗ് ബോസ് റിവ്യൂകളും നടത്തുന്നവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ഇത്തരത്തിലുള്ള റിവ്യൂ നടത്തുക എന്നുള്ളത്. അത് ആക്ച്വലി പിന്നെ അവർക്കുള്ളൊരു ധനസമ്പാദന മാർഗമാണ്. അല്ലാതെ ഇതൊരു കേവലം ലൈക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. അതിനുവേണ്ടി ചിലപ്പോൾ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, ബ്രൈബ് ചെയ്തിട്ടുണ്ടാകാം. എങ്ങനെയായാലും അവർ ഇൻഫർമേഷൻസ് എടുക്കുന്നു, അവർ ആദ്യം ഇത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ബ്രേക്ക് ചെയ്യുമ്പോൾ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പം യൂട്യൂബ് പോലെയുള്ള ചാനലുകളിൽ ലൈക്ക് ഈ വ്യൂസ് വീഴുന്നതനുസരിച്ച് അവരുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ബിസിനസ് മാത്രമാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് പാലിക്കേണ്ട ഒരു മിനിമം മൊറാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഇത്തരത്തിലുള്ളൊരു വലിയ ഷോ ഒരുപാട് പൈസ മുടക്കി മോഹൻലാലിനെ പോലെയുള്ളൊരു വലിയ നടൻ അദ്ദേഹത്തിന് ടൈം സ്പെൻഡ് ചെയ്ത് വന്ന് ഈ ഷോ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ രസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സസ്പെൻസും ഈ ആര് പുറത്തു പോകും, ആര് നിലനിൽക്കും എന്നൊക്കെയുള്ളത് അറിയുന്നതിലാണ്. അപ്പോൾ അതിനെ തകർത്തുകള എന്ന് പറയുന്നത് അത് ക്ലിയർ കേസ് ഓഫ് പൈറസി. ഇത് നമ്മുടെ സിനിമകൾ മോഷ്ടിച്ച് ടെലഗ്രാം വഴിയും പിന്നെ ബാക്കി സൈറ്റുകൾ ടോറൻസ് വഴിയും ഒക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ ഉള്ളൊരു പൈറസി തന്നെയാണിത്. അത് അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ എവിക്ഷൻ പ്രക്രിയ തന്നെയാണ്. ആരാണ് അടുത്തയാഴ്ച പുറത്തു പോകുന്നതെന്ന് അറിയാൻ ആ ഷോയുടെ ആരാധകർക്കൊക്കെ വലിയ താല്പര്യമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഇല്ലാതാകുന്നത്. അടുത്തയാഴ്ച ഇന്നയാൾ പോകുമെന്ന് നേരത്തെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ആളുകൾ. അത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് ആളുകൾക്ക് മനസ്സിലാവുക.